വീര്യം രക്തത്തിൽ അലിഞ്ഞു ചേർന്നതാണെന്ന് അവർ പറയുന്നു. അർജുനപുത്രനായ അഭിമന്യുവിനേക്കാൾ തിളക്കത്തോടെ മറ്റാരിലും അത് ജ്വലിച്ചിട്ടില്ല. ഒരു യോദ്ധാവിൻ്റെ മകനായി ജനിച്ച് വിധിയിൽ വാർത്തെടുക്കപ്പെട്ടവൻ, പാണ്ഡവരുടെ ആ യുവസിംഹം മഹത്വത്തിനായി ജനിച്ചവനായിരുന്നു. അമ്മയുടെ ഗർഭപാത്രത്തിലായിരിക്കുമ്പോൾ തന്നെ ദേവന്മാർക്ക് പോലും തകർക്കാൻ കഴിയാത്ത മരണത്തിൻ്റെ ചക്രവ്യൂഹം എന്ന രഹസ്യം അർജുനൻ വിവരിക്കുന്നത് അവൻ കേട്ടു. വർഷങ്ങൾക്കു ശേഷം കുരുക്ഷേത്ര യുദ്ധത്തിൻ്റെ 13-ാം നാൾ കൗരവർ അതേ വിനാശകരമായ ചക്രവ്യൂഹം തീർത്തു. അതിനുള്ളിലേക്ക് കടക്കാൻ ആരും ധൈര്യപ്പെട്ടില്ല, ഒരാളൊഴികെ. പുറത്തു കടക്കാനുള്ള വഴി അറിയില്ലായിരുന്നിട്ടും അഭിമന്യു ആ വ്യൂഹത്തിലേക്ക് കുതിച്ചു. ഏകനായി, ഭയമില്ലാതെ, ഉദിങ്കാറ്റുപോലെ ജ്വലിച്ചുകൊണ്ട്. ഒരു കൊടുവീരയോദ്ധാക്കളെ വീഴ്ത്തി, വിധിയെപ്പോലും തൻ്റെ ഇഷ്ടത്തിന് കീഴ്പ്പെടുത്തി. എന്നാൽ പിന്നീട് യുദ്ധതന്ത്രജ്ഞരായ 7 മഹാരഥികൾ അവനെ വളഞ്ഞു. 7 പേർ. അവൻ്റെ വില്ല് തകർന്നു, രഥം തകർന്നു. എങ്കിലും ആ വീര്യം തളർന്നില്ല. തൻ്റെ അവസാന ശ്വാസത്തിൽ അഭിമന്യു വീണു. തോൽവിയിലല്ല, ഐതിഹാസികമായ ചരിത്രത്തിലേക്ക്. ഇന്നും കാലാതിവർത്തിയായി ആ നാമം മുഴങ്ങിക്കേൾക്കുന്നു. തിരിച്ചു വരവില്ലെന്ന് അറിഞ്ഞിട്ടും പോർക്കളത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് ഒരിക്കലും പിന്നോട്ട് നോക്കാത്ത ആ മഹായോദ്ധാവ്.